ജംഷീർ കൊടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, ഇന്നലെ രാത്രി വരെ പി വി അൻവർ പറഞ്ഞിരുന്നത് താൻ ജയിക്കും, താനേ ജയിക്കുകയുള്ളൂ, താൻ മാത്രമായിരിക്കും നിലമ്പൂരിൽ നിന്ന് നിയമസഭ കാണുക എന്നായിരുന്നു. പക്ഷേ തോറ്റെങ്കിലും 20,000 വോട്ടിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിളായ തന്നെ ഒരു സാധ്യതയുടെ വാതിലുകൾ എപ്പോഴും തുറന്നിടാവുന്ന തരത്തിലുള്ള ഒരു മജോറിറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, തർക്കമില്ല. അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ വന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് അൻവർ എടുക്കുന്നത്? അൻവറിൻ്റെ പ്രതികരണങ്ങൾ എന്തായിരുന്നു ഈ വോട്ടെണ്ണലിന് ശേഷം? സൈഫു, അതായത് പി വി അൻവർ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു ശക്തിയല്ല എന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഏതാണ്ട് 20,000-നടുത്ത് വോട്ട് നേടിയെന്ന് പറയുമ്പോൾ അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു ഫാക്ട് അല്ല. അതായത് എന്ന് വെച്ചാൽ നേരത്തെ പി വി അൻവർ ഒരു തങ്ങൾക്ക് എതിരാളികളല്ല, അല്ലെങ്കിൽ നിലമ്പൂർ ഒരു ഫാക്ട് അല്ല എന്ന് പറഞ്ഞ നേതാക്കന്മാർ കൊണ്ട് തന്നെ തിരുത്തി അവരൊക്കെ തന്നെ അംഗീകരിക്കുന്നു പി വി അൻവർ വോട്ട് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പി വി അൻവർ ഒരു ഫാക്റ്റാണ് എന്ന തരത്തിൽ UDF-ന്റെ പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടത്, അതായത് UDF-മായി ബന്ധപ്പെട്ടുള്ള UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു എന്നുള്ളതാണ്. UDF-ന്റെ വാതിൽ ഒരുപക്ഷെ ഇനിയും തുറക്കാനുള്ള ഒരു സാധ്യത കാണുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇന്ന് കൃത്യമായി പറയുകയുണ്ടായി, ശുഭകരമായ ഒരു കാര്യം വരാനിരിക്കുന്നു, അത് വരും എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും പി വി അൻവറും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതായത് തനിക്ക് ധൃതിയില്ല, താൻ ഒരു അത്ര ധൃതിയില്ല, ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് തന്നെയാണ് പി വി അൻവർ പോകുന്നത്. ഇപ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചിരുന്നത് തന്നെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ താൻ പറഞ്ഞ കണക്കിലേക്ക്, അതായത് ഭൂരിപക്ഷത്തിന്റെ കണക്കിലേക്ക് 30,000-നും 40,000-നടുത്തേക്ക് ഭൂരിപക്ഷം എത്തുമായിരുന്നു എന്നുള്ള സൂചന കൂടി പി വി അൻവർ നൽകുകയാണ്. ഒരു കാര്യം കൂടി പറയാം, ഇങ്ങനെ കാടടച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനമോ ഒരുപക്ഷെ ഈ പി വി അൻവറിൽ നമ്മൾ കണ്ടില്ല. ഒരു റോഡ് ഷോ മാത്രമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരുന്നത്. പിന്നീടെല്ലാം തന്നെ താഴെ തട്ടിലുള്ള പ്രചരണങ്ങൾ, അതായത് ബൂത്ത് കയറിയുള്ള പ്രചരണങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും 20,000-നടുത്ത് വോട്ട് അദ്ദേഹം നേടി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയാത്തൊരു ഘടകമായി അദ്ദേഹം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്. നിശ്ചയമായും തോറ്റെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ, മലബാർ രാഷ്ട്രീയത്തിൽ, നിലമ്പൂർ രാഷ്ട്രീയത്തിൽ എഴുതിത്തള്ളാനാവാത്ത ഒരു ശക്തിയായി അൻവർ ബാക്കിയാകുന്നു എന്നുള്ളതും കൂടിയാണ് നിലമ്പൂർ നൽകുന്ന